കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴേക്ക് ഏതാണ്ട് ഉച്ചയായിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ഏതാണ്ട് 45-50% വരുന്ന പോളിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ പോളിംഗ് ഭയങ്കര കനത്ത പോളിംഗ് ആയിരിക്കും എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ശരിയാകണം എന്നില്ല. കാരണം ഇപ്പോൾ SIR നടത്തിയതിന് ശേഷമുള്ള വോട്ടർ പട്ടിക വെച്ചിട്ടാണ് ഇത് നടത്തുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കുറേ കൂടി പോളിംഗ് ശതമാനം ഉയരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ സാധാരണ രീതികൾ വെച്ചിട്ട് ഉച്ച കഴിയുമ്പോൾ പോളിംഗ് വലിയ മന്ദഗതിയിലാകാനാണ് സാധ്യത. പ്രത്യേകിച്ച് ഇപ്പോൾ പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് പോളിംഗ് മന്ദഗതിയിലാവുകയും പിന്നെ ഒരു 4 മണിയൊക്കെ കഴിയുമ്പോൾ മാത്രം ചിലരൊക്കെ വന്ന് വോട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ മെജോറിറ്റി ആളുകളൊക്കെ തന്നെ ഇങ്ങനെ അതിരാവിലെ വന്ന് വോട്ട് ചെയ്യാനാണ് സാധ്യത. അതുകൊണ്ട് ഈ പോളിംഗ് പെർസെൻറ്റേജ് ഭയങ്കരമായി ഉയരും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഈ വീഡിയോ എടുക്കുന്ന സമയം ഉച്ചയാണ്, അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഈ നമ്മുടെ കേരളത്തിലുള്ള 140 മണ്ഡലങ്ങളിൽ തന്നെ വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്, രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത്. അതിലൊന്ന് നമുക്കറിയാം നേമമാണ്. അവിടെ വലിയ നെക്ക് ടു നെക്ക് ഫൈറ്റാണ് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ കഴക്കൂട്ടത്ത് അത്തരത്തിലുള്ളൊരു പോരാട്ടമുണ്ട് എന്ന് നമുക്ക് തോന്നും. അതുപോലെ തന്നെ പാലക്കാട് ഇത്തരത്തിലുള്ള വലിയ പോരാട്ടമുണ്ട്. ഇത്തരത്തിലുള്ള പല മണ്ഡലങ്ങളുമുണ്ട്. പക്ഷേ മണ്ഡലങ്ങളിലേക്ക് ചില സ്ഥാനാർത്ഥികൾ വന്നതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള വലിയ മത്സരം നടക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രതീതി പുറത്തുണ്ടാക്കിയിട്ടുള്ള മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. അതൊന്നിലൊന്നാണ് ബേപ്പൂർ എന്ന് പറയുന്നത്. ബേപ്പൂരിൽ PV അൻവർ ഏറ്റവും ആദ്യം തന്നെ സ്ഥാനാർത്ഥിയായി. പിന്നെ നിലവിൽ അവിടെ മുഹമ്മദ് റിയാസ് ഉണ്ട്, അദ്ദേഹമായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ അദ്ദേഹം 29,000 വോട്ടിന് കഴിഞ്ഞവണ ജയിച്ചതാണ്. ഇത്തവണ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷമൊക്കെ കുറഞ്ഞേക്കാം, പക്ഷേ എങ്കിൽ പോലും ജയിക്കും. PV അൻവർ ഒറ്റക്ക് ഒരു 10,000-ഓളം വോട്ടുകളൊക്കെ പിടിക്കാനും ഒരു വലിയ ഓളമുണ്ടാക്കാനും ഒക്കെ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ സ്ഥിതി. പക്ഷേ ഇത്തരം മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് അത് പേരാവൂരാണ്. ആ പേരാവൂരിൽ നമുക്കറിയാം സണ്ണി ജോസഫ് എന്ന് പറയുന്ന MLA ആണ് ജയിച്ചിരുന്നത്. അദ്ദേഹം KPCCയുടെ പ്രസിഡൻ്റാണ്. വളരെ ജനകീയനായിട്ടുള്ള മനുഷ്യനാണ്, വളരെ നല്ല ഒരാളാണ്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ നിർത്താൻ വേണ്ടിയിട്ട് പാർട്ടി CPM പ്രത്യേകിച്ചും ഇത്തവണ കുറേ കൂടി ശ്രദ്ധിച്ചാണ് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയിട്ടുള്ളത്. ശൈലജ ടീച്ചറെയാണ് നിയോഗിച്ചത്. ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അവർ വളരെ കൃത്യമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് പാലക്കാട് റസാഖിനെ നിയമിച്ചത്. അതുപോലെ തന്നെ അങ്കമാലിയിൽ റോജി M. ജോർജിനെ നേരിടാൻ വേണ്ടിയിട്ട് സാജു പോളിനെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ആലുവയിൽ നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം അൻവർ സാദത്തിന് ഒരു ഈസി വാക്ക് ഓവറുള്ള സ്ഥലമാണ്. പക്ഷെ അവിടേക്കാണ് ആരിഫിനെ കൊണ്ടുവന്നിടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കടുത്ത ഫൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ CPIയുടെ സ്ഥാനാർത്ഥിയാണെങ്കിലും പ്രബലനായ സ്ഥാനാർത്ഥി ഇടണം എന്ന് CPM പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ടൈസൺ മാസ്റ്ററെ, കയ്പമംഗലത്തെ വളരെ ജനകീയനായിട്ടുള്ള MLA ആയിരുന്ന ടൈസൺ മാസ്റ്ററെയാണ് VD സതീശനെതിരെ മത്സരിക്കാൻ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ നമ്മുടെ മുഖ്യമന്ത്രി ചോദിച്ചത്, ഈ പറയുന്ന പോലെ 1 ഡസൻ മന്ത്രിമാരെങ്കിലും തോക്കും എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തഗ് ഡയലോഗ് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ സുരക്ഷിതരാണോ എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഡയലോഗൊക്കെ അദ്ദേഹം ചോദിച്ചിരുന്നു. കാരണം നമ്മൾ ലൂസിഫർ സിനിമയാണെന്നേരം എനിക്കത് കേട്ടപ്പോൾ തന്നെ ഓർമ്മ വന്നത്. കാരണം അതിൽ മറ്റേ വില്ലൻ നായകനോട്, മോഹൻലാലിൻ്റെ കഥാപാത്രത്തോട് പറയുന്ന ഡയലോഗുണ്ട്. അതായത് നിന്നെ രക്ഷിക്കാൻ ഇപ്പോൾ രാംദാസ് ഇല്ല എന്ന് പറയുന്നുണ്ട്, PK രാംദാസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഉടനെ മോഹൻലാൽ തിരിച്ചു ചോദിക്കുന്ന ഡയലോഗുണ്ട്, നിന്നെ രക്ഷിക്കാൻ ആരുണ്ടടാ എന്നാണ്. അതേപോലുള്ളൊരു തഗ് ഡയലോഗായിരുന്നു അത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അതിൽ ഏറ്റവും കടുത്ത മത്സരം നടക്കുന്ന പേരാവൂരിലാണ്. പേരാവൂരിൽ വലിയ പ്രതികാരം നടക്കുമോ ഇല്ലേ എന്നറിയാനാണ് കേരളം കാത്തിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രചരണം അവസാനിക്കാറായിട്ടുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടങ്ങളിൽ 2 ലെറ്റർ ഹെഡിൽ എഴുതിയിട്ടുള്ള ലെറ്ററുകൾ പുറത്തു വന്നിരുന്നു. ഒന്ന് KPCC പ്രസിഡൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഒന്ന് പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെയാണ്. അത് ശരിയാണ് എന്നുള്ളത് കൂടിയാണ് K. സുധാകരൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ ലെറ്റർ ഹെഡിൽ പറഞ്ഞിരുന്നൊരു കാര്യം, ഒരു കാരണവശാലും K. സുധാകരനെ മത്സരിപ്പിക്കരുത് എന്നുള്ളതാണ്, MP മാരെ മത്സരിപ്പിക്കാൻ സമ്മതിക്കരുത് എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഹൈക്കമാൻഡ് എഴുതിയിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെക്ക് എഴുതിയിട്ടുള്ള ലെറ്ററാണ്. അത് തെറ്റാണെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ശരിയാണ് എന്നുള്ളതാണ് K. സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ K. സുധാകരൻ്റെ അനിഷ്ടം അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം തുടർഭരണം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാനൊന്നും ഞാൻ തയ്യാറല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ഡാറ്റകളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ കയ്യിൽ അത്തരം വിശ്വാസത്തോടെ പറയാനുള്ള ഡാറ്റകളില്ല എന്നുള്ളതാണ് K. സുധാകരൻ പറഞ്ഞേക്കുന്നത്. അത് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി ആവർത്തിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രധാനപ്പെട്ട 3 സംഭവങ്ങൾ കൂടി ഇന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പറയാനുള്ള ഒരു കാര്യം. അതിലൊന്ന് എന്ന് പറയുന്നത് ഇന്ന് അവിടെ മൈനോറിറ്റി കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന, കണ്ണൂരിലെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന KR ഖാദർ
അദ്ദേഹം വളരെ അടുത്ത അനുയായിയാണ് കെ സുധാകരൻ്റെ. കെ സുധാകരൻ അദ്ദേഹം ഇന്ന് വിസിറ്റ് ചെയ്ത് കൂടിക്കാഴ്ച നടത്തി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചതിന് ശേഷം ഇന്ന് അദ്ദേഹം വന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലുള്ളൊരു പരസ്യമായിട്ടുള്ള പത്രസമ്മേളനം നടത്തരുതെന്ന് കെ സുധാകരൻ പറഞ്ഞു. പക്ഷെ എങ്കിലും ഞാൻ നടത്തുകയാണെന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒന്നും നമുക്കൊന്നും അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. കെ സുധാകരൻ്റെ കൂടി അനുമതിയോടുകൂടി തന്നെയാണ് ആ പത്രസമ്മേളനം നടത്തപ്പെട്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ പറയുന്നത് KPCC പ്രസിഡൻറ്റും അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇദ്ദേഹത്തെ ചതിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിയെന്നും അങ്ങനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിയെന്നും അതിനുള്ള തിരിച്ചടിയും പ്രതികാരവും ഞങ്ങൾ പേരാവൂരിൽ ചെയ്യും എന്നുള്ളത് കൂടിയാണ്. കൂടാതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അത് TO മോഹനൻ എന്ന് പറയുന്ന ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും മാർട്ടിൻ ജോർജും കെ സുധാകരനെ ചതിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ തിരിച്ചടി കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇത് കെ സുധാകരൻ അറിയാതെ പറഞ്ഞതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കെ സുധാകരൻ്റെ അനുകൂലികൾ KS ബ്രിഗേഡ് വലിയ ആളുകൾ അതിനകത്തുണ്ട്. ഒരു പാർട്ടിയോളം വന്ന സംഘടനാ സംവിധാനമുണ്ട്. ആ സംഘടനാ സംവിധാനം ഇത്തരത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അത് ഇവരെ രണ്ടുപേരെയും മാത്രമാണോ ഇനി കേരളത്തിലുള്ള നിരവധി MLA-മാരെ അല്ലെങ്കിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനുള്ള കരുത്തവർക്കുണ്ട്. അത്തരത്തിൽ തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ പ്രതിഫലനം എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇതിൽ നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സണ്ണി ജോസഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കെ സുധാകരൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പിലെ സെക്കൻഡ് ലെഫ്റ്റനൻ്റ് ആയിരുന്നു എന്നുള്ളത് മറന്നു പോകരുത്. പക്ഷെ അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തു എന്ന് പറയുന്നൊരു കാര്യം ഇപ്പോൾ KR ഖാദർ വന്നിട്ട് വളരെ തുറന്നുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മറന്നു പോകരുത്. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വെക്കേണ്ട രണ്ടാമത്തെ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് വിനോദ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു KPCC സെക്രട്ടറി ഈ തിരുവനന്തപുരത്ത് നിന്ന് രാജിവെച്ചിട്ടുണ്ട്. അതായത് കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്. വിനോദ് കൃഷ്ണയും ഇതുപോലെ തന്നെ രാജിവെക്കുകയും തുടർഭരണം ഉണ്ടാകണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിരവധിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യമുള്ളത് കൗമുദി ന്യൂസിൽ വന്നിട്ടുള്ള മറ്റൊരു വാർത്ത കൂടിയാണ്. ആ വാർത്ത എന്ന് പറയുന്നത് ഇതിൽ ഇപ്പോൾ കെ സുധാകരൻ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പുതിയ പാർട്ടി പ്രഖ്യാപനം ഉടൻ എന്നുള്ളതാണ് കേരള കൗമുദിയുടെ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റിൽ അവരുടെ വാർത്തയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു വാർത്ത കൂടി വരുമ്പോൾ ആ വാർത്തയും കെ സുധാകരൻ്റെ കൂടെയുള്ള ആളുകൾ പറയാതെയോ അറിയാതെയോ അവരല്ലെങ്കിൽ ലീക്ക് ചെയ്ത് കൊടുക്കാതെയോ അത്തരത്തിലുള്ള ഒരു വാർത്ത വരില്ല. പാർട്ടിയൊന്നും ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു വാർത്തകൾ കൊടുക്കുന്നതിലൂടെ അത് പ്രത്യേകിച്ചും ഈഴവ സമുദായങ്ങൾക്കിടയിൽ കുറേ കൂടി പ്രചരിപ്പിക്കാനും അത്തരത്തിൽ വോട്ടുകൾ മാറിപ്പോണമെങ്കിൽ പോട്ടെ എന്നുമുള്ള ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള എഫേർട്ട് നടക്കുന്നു, ഒരു പരിശ്രമം നടക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെല്ലാം കൂടി സംഭവിച്ചാൽ പേരാവൂരിലും അതുപോലെ തന്നെ കണ്ണൂരും ജയിക്കുക ഏറെക്കുറെ കോൺഗ്രസിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും. വളരെ എളുപ്പത്തിൽ ജയിക്കുമെന്ന് കരുതുന്ന 2 സീറ്റുകൾ ഏറ്റവും കുറഞ്ഞപക്ഷം നഷ്ടപ്പെടാനും തൃശ്ശൂരിലടക്കം നിരവധി സീറ്റുകളിൽ ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകാനുമുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് പേരാവൂരിലെ പ്രതികാരം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് മെയ് 4 കാത്തിരുന്ന് കാണാം.